27 നക്ഷത്രങ്ങളിൽ ആദ്യത്തേതും ഊർജത്തിന്റെ ഉറവിടവുമായ അശ്വതി നക്ഷത്ര ജാതർക്ക് 2026 എന്ന വർഷം തന്നെ വലിയ പരിവർത്തനങ്ങളുടെ കാലഘട്ടമാണ്. കാലത്തിന്റെ ചക്രത്തിൽ ഓരോ നിമിഷവും പുതിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2026 മാർച്ച് മാസം നിങ്ങളുടെ ജീവിതത്തിൽ സവിശേഷമായ ഒരു വഴിത്തിരിവായി മാറുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകൾ വെറും പ്രവചനങ്ങളല്ല, മറിച്ച് വരാനിരിക്കുന്ന സാഹചര്യങ്ങളെ ധീരമായി നേരിടാനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ്. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ വേഗതയെ പ്രണയിക്കുന്നവരാണ്. എടുത്തുചാട്ടവും പെട്ടെന്നുള്ള തീരുമാനങ്ങളും നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. കുതിച്ചു പായുന്ന കുതിരയുടെ തല അടയാളമായി സ്വീകരിച്ചിട്ടുള്ള നിങ്ങൾ തടസ്സങ്ങളെ തട്ടിമാറ്റി മുന്നേറാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ 2026 മാർച്ച് മാസത്തിന്റെ അന്തരീക്ഷം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വേഗതയല്ല, മറിച്ച് വിവേകപൂർണമായ കാത്തിരിപ്പാണ്. ജീവിതം ഒരു വലിയ പരീക്ഷാ ഹാളായി മാറുന്ന അനുഭവമായിരിക്കും ഈ മാസം പലർക്കും സമ്മാനിക്കുക. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച ഫലങ്ങൾ വൈകിയേക്കാം, മറ്റു ചിലപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തിയേക്കാം. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇത് നിങ്ങളുടെ സഹനശക്തിയെ പരീക്ഷിക്കുന്ന ഒന്നാണ് എന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികവും സാമ്പത്തികവുമായ സമ്മർദ്ദങ്ങൾ അതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന മാസമായി മാർച്ചിനെ കാണാം. ഒരു പുതിയ വസന്തം വിരിയുന്നതിന് മുൻപ് മരങ്ങൾ ഇല പൊഴിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ അനാവശ്യമായ ചിന്തകളെയും വ്യക്തിബന്ധങ്ങളെയും സാമ്പത്തിക ശീലങ്ങളെയും ഉപേക്ഷിക്കേണ്ട സമയമാണിത്. നമ്മൾ നിൽക്കുന്നത് 2026-ലാണ്. ലോകം അതിന്റെ സാങ്കേതികവും സാമൂഹികവുമായ മാറ്റങ്ങളുടെ അത്യുന്നതയിൽ നിൽക്കുന്ന ഈ സമയത്ത് അശ്വതി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കരിയറിലും വ്യക്തിജീവിതത്തിലും വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും തൊഴിൽ മേഖലയിൽ കഠിനാധ്വാനം ചെയ്തിട്ടും അർഹമായ അംഗീകാരം ലഭിക്കുന്നില്ല എന്ന തോന്നൽ നിങ്ങളെ അലോസരപ്പെടുത്തിയേക്കാം. എന്നാൽ ഓർക്കുക, ഇരുട്ടിന് ശേഷമാണ് പ്രകാശം വരുന്നത്. ഈ മാസം നിങ്ങൾ നടത്തുന്ന ഓരോ ചെറിയ പരിശ്രമവും ഭാവിയിലേക്കുള്ള വലിയൊരു നിക്ഷേപമാണ്. കുടുംബ ബന്ധങ്ങളുടെ കാര്യമെടുത്താൽ സ്നേഹവും കലഹവും ഒരേപോലെ വിരുന്നെത്തുന്ന ഒരു മാസമാണിത്. ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതിരിക്കാൻ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യം പുറത്തേക്ക് പ്രകടിപ്പിക്കുമ്പോൾ അത് പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആത്മീയതയിലേക്ക് കൂടുതൽ എടുക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഈ മാസം നിങ്ങളെ നിർബന്ധിക്കും. സാമ്പത്തികമായി നോക്കുമ്പോൾ ആകാശത്ത് നിന്നും പണം വീഴുന്ന അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കാനാവില്ലെങ്കിലും ബുദ്ധിപൂർവം കൈകാര്യം ചെയ്താൽ വലിയ തകർച്ചകളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നത് ഈ മാസത്തെ നിങ്ങളുടെ വലിയൊരു ടാസ്ക് ആയിരിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലതെന്ന തത്വം നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ 2026 മാർച്ച് മാസം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർവിചിന്തനത്തിന്റെ മാസമാണ്. നിങ്ങൾ ഇതുവരെ സഞ്ചരിച്ച വഴികൾ ശരിയായിരുന്നോ? ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ആരോടൊപ്പമാണ് സഞ്ചരിക്കേണ്ടത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ ഈ മാസം നിങ്ങളെ സഹായിക്കും. വലിയ വിപ്ലവങ്ങൾക്കല്ല, മറിച്ച് വലിയ തിരിച്ചറിവുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഈ മാസത്തെ ഫലങ്ങൾ ഓരോ മേഖലയായി നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ പ്രവചനങ്ങൾ കേവലം ഒരു വഴിവിളക്ക് മാത്രമാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും ഈശ്വര വിശ്വാസവും ഒത്തുചേരുമ്പോൾ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിയോടെ മാർച്ച് മാസത്തെ വരവേൽക്കാം. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദം മാനസികമായി തളർത്തിയേക്കാം. എന്നാൽ നിങ്ങളുടെ കാര്യക്ഷമത തെളിയിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കാണുക. സഹപ്രവർത്തകരുമായും തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഫീസിലെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് തിരിച്ചടിയായേക്കാം. സ്ഥാനക്കയറ്റത്തിന് കാത്തിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും മാസാവസാനത്തോടെ അനുകൂലമായ ചില സൂചനകൾ ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം അത്യാവശ്യം നല്ലതായിരിക്കും. പുതിയ തൊഴിൽ കരാറുകളിൽ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുക. വിസ സംബന്ധമായ കാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം അനുകൂലമാകണമെന്നില്ല. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് മാർച്ച് മാസം വലിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുയോജ്യമായ സമയമല്ല. നിലവിലുള്ള ബിസിനസ് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പങ്കാളിയുമായി സുതാര്യമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തണം. വിപണിയിലെ മത്സരങ്ങൾ നിങ്ങളെ അല്പം തളർത്തിയേക്കാം. എങ്കിലും പുതിയ വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് ഗുണകരമാകും. നിർമ്മാണ മേഖല, ചരക്ക് ഗതാഗതം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം കുറയാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ അശ്വതി നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം ഒരു പരീക്ഷണ കാലഘട്ടമായിരിക്കും. വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുകൾ വരാൻ സാധ്യതയുള്ള സമയമാണിത്. പ്രതീക്ഷിക്കാത്ത ചിലവുകൾ ഈ മാസം നിങ്ങളെ തേടിയെത്തും. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കോ ആയി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കാൻ ശീലിക്കുക. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് മാർച്ച് മാസത്തിൽ ഒഴിവാക്കുന്നതാണ് ഉചിതം. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നത് മാർച്ച് മാസം വലിയ നഷ്ടത്തിന് കാരണമായേക്കാം. അതിനാൽ ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിരാതിരിക്കുക. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇടപാടുകളിൽ കാലതാമസം നേരിടും. ആധാരങ്ങൾ കൈമാറുമ്പോൾ നിയമവിദഗ്ധരുടെ ഉപദേശം തേടുന്നത്
നൽകുന്നത് നന്നായിരിക്കും. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കുമെങ്കിലും പുതിയ കടങ്ങൾ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ സഹായിക്കും. കുടുംബജീവിതത്തിൽ മിശ്രഫലങ്ങളാണ് മാർച്ച് മാസം അനുഭവപ്പെടുക. അശ്വതി നക്ഷത്രക്കാരുടെ പെട്ടെന്നുള്ള ദേഷ്യം കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ കാരണമായേക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ കാര്യങ്ങളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ സഹായിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. മാസത്തിന്റെ രണ്ടാം പകുതിയോടെ ദാമ്പത്യത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷവും കൈവരും. ദൂരയാത്രകൾ ദാമ്പത്യ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങൾക്ക് വലിയ ആശ്വാസമാകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഗുണപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യത്തിനായി പണം ചെലവഴിക്കേണ്ടി വരും. സഹോദരങ്ങളുമായി സ്വത്ത് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ മാസം അനുകൂലമല്ല. അതിനാൽ ചർച്ചകൾ അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കുക. അശ്വതി നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് നേരിടും. അലസത നിങ്ങളെ പിടികൂടാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് കുറച്ച് പഠനത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ വിജയ ശതമാനം ഉയർത്താൻ സാധിക്കൂ. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ചില മറുപടികൾ ലഭിക്കും. കുട്ടികളുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമായേക്കാം. അവരോട് സൗഹൃദപരമായി ഇടപെടാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവരുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവർക്ക് ആത്മവിശ്വാസം നൽകും. അമിതമായ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവിന് കാരണമായേക്കാം. മെഡിറ്റേഷനും യോഗയും ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. രാത്രികാല യാത്രകൾ പരമാവധി കുറയ്ക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നത് പോസിറ്റീവ് ഊർജം നൽകും. ഗണപതി ഹോമം, ഭഗവതി സേവ എന്നിവ നടത്തുന്നത് കാര്യതടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം വഴിപാടായി സമർപ്പിക്കുന്നത് 7.5 ശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മനസ്സിന് സംതൃപ്തി നൽകും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ ഈ മാസം അവസരം ലഭിക്കും. എന്നാൽ പുതിയ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. നിങ്ങളെ ചീത്ത വഴിയിലേക്ക് നയിക്കുന്ന സൗഹൃദങ്ങൾ ഉപേക്ഷിക്കാൻ മടിക്കരുത്. വാടക വീട് മാറാനോ പുതിയ വീടിന്റെ നിർമ്മാണം തുടങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ചെറിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോയാൽ വിജയിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ മാന്യത വർദ്ധിക്കുന്ന ചില പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും. എന്നാൽ അനാവശ്യമായ വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മിതത്വം പാലിക്കുക. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. എന്നാൽ ഈ മാസം തീരുമാനമെടുക്കുന്നതിന് മുൻപ് 2 തവണ ചിന്തിക്കുക. ദേഷ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ അടുത്തുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നിങ്ങളിൽ നിന്ന് അകറ്റാൻ അത് കാരണമാകും. ഒപ്പിടുന്നതിന് മുൻപ് എല്ലാ രേഖകളും വായിച്ച് മനസ്സിലാക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ രേഖാമൂലമുള്ള തെളിവുകൾ സൂക്ഷിക്കുക. ദിവസവും ഹനുമാൻ ചാലിസ ചെയ്യുന്നത് ഭയത്തെ അകറ്റാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. അശ്വതിയുടെ ദേവതയായ അശ്വിനി ദേവന്മാരെ ധ്യാനിക്കുക. ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് വലിയ ആശ്വാസമാകും. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുകയോ കറുത്ത വസ്ത്രം, എള്ള് എന്നിവ ദാനം ചെയ്യുകയോ ചെയ്യുന്നത് ശനിദോഷ ശാന്തിക്ക് നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം ഒരു മിശ്രബല കാലഘട്ടമാണ്. തൊഴിലിലും സാമ്പത്തികത്തിലും ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും നിങ്ങളെ തുണയ്ക്കും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ ക്ഷമ അത്യാവശ്യമാണ്. ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത്. ആത്മീയമായ ചിന്തകൾ നിങ്ങളെ ശരിയായ പാതയിലൂടെ നയിക്കും. പോസിറ്റീവായ ചിന്താഗതി വളർത്തിയെടുക്കുക വഴി വരുന്ന മാർച്ച് മാസത്തെ വെല്ലുവിളികളെ നിങ്ങൾക്ക് വിജയകരമായി മറികടക്കാൻ സാധിക്കും.